എല്ലാവർക്കും നമസ്കാരം. ഒരു സ്റ്റോറി, ഞങ്ങളുടെ അമ്മയുടെ കുടുംബത്തിലെ ഒരു കഥയല്ല, നടക്കുന്ന സംഭവം. അപ്പോൾ ഈയിടെ വാട്സപ്പിൽ ഞങ്ങളുടെ ഒരു ചേട്ടൻ ഒരു മെസ്സേജ് വിട്ട്, ചെറുകോൽ കുടുംബത്തിൽ കല്യാണം കഴിച്ചവരുടെ കല്യാണം മാറി ഡൈവോഴ്സാകുന്നു. അവർ ഡൈവോഴ്സായി മാറി ഭാര്യയും ഭർത്താവ് പിന്നെ അകന്ന് താമസിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളമാണ്. കുടുംബാംഗങ്ങളുടെ കാലിൽ വേദന, കാലിൽ പ്രശ്നങ്ങൾ, പിന്നെ വീട്ടിൽ മർദ്ദ, അറുകൊല, ഇവരുടെ ദോഷങ്ങൾ, ജലപിശാചിൻ്റെ ദോഷങ്ങൾ, ഇങ്ങനെ കുറേ പേടിപ്പിക്കുന്ന മെസ്സേജ് ഇട്ട് അതിന് സർപ്പദോഷം അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ജലപിശാചും മർദ്ദ, അറുകൊല ഇതൊന്നും കേട്ടിട്ടുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ഈ കാലിലെ വേദന, കാലിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന അതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്, കുടുംബത്തിൽ പലർക്കും ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഡൈവോഴ്സ് ആയ കേസ്, അത് കുടുംബത്തിൽ ഒത്തിരി ആളുകൾക്കുണ്ട്. കല്യാണം മാറിപ്പോയി, ഡൈവോഴ്സായി, കല്യാണം കഴിഞ്ഞിട്ട് അവർ ഭാര്യയും ഭർത്താവും മാറിപ്പോയി, പിന്നെ പുതിയ കല്യാണം കഴിച്ചു. കുടുംബത്തിലെ ആളുകളുടെ പെട്ടെന്നുള്ള ആകസ്മിക മരണങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ട് അതിനേതോ പൂജ നടത്തണം, വലിയ ജ്യോതിഷി പറഞ്ഞതാണ്, വലിയ പൂജ നടത്തണം. അപ്പം പൂജയിൽ എല്ലാവരും പങ്കു കൊള്ളണമെന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു. തീർച്ചയായും ഞങ്ങളെല്ലാവരും അതിനകത്ത് പറ്റുന്ന പോലെ ചെയ്തു. പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുത്തു, പൈസ കൊടുക്കാൻ പറ്റുന്നവർ പൈസ കൊടുത്തു. എന്തൊക്കെയായാലും 2 ടൈം പൂജകൾ കഴിഞ്ഞു. ഇനി ഏതോ പൂജകളെന്ന് പറയുന്നു. അപ്പോൾ ഇത് കുടുംബത്തിൽ പലരും വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ കുടുംബത്തിലെ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ കുടുംബത്തിൽ വെച്ച് ആരാധനയാണ്, ശ്രീനാരായണ ഗുരുവിന്. അപ്പം അവിടെ ശിവൻ്റെ ഇല്ല, ശ്രീനാരായണ ഗുരു മാത്രമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുവിനെ വിളിച്ച് പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഏത് ദൈവങ്ങളെയാട്ടെ, എല്ലാ ദൈവങ്ങളെയും നമ്മൾ വിളിക്കുന്നു, നമ്മളെല്ലാവരും പിന്നെയും എന്തിനാണ് ഇത്രയും ദുരിതങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുത്തുന്നത്? ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഇങ്ങനെ ഡൈവോഴ്സുകൾ, ഭാര്യയും ഭർത്താവുകളും പിരിഞ്ഞു മാറി പുതിയ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അറിയരുതോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 2 പേരെ ഒന്നിപ്പിക്കാതിരിച്ചിട്ട് അവർക്ക് അനുയോജ്യമായ കല്യാണമല്ല നടത്തി തരേണ്ടത്. അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നോക്കുകയാണ്, അതിനു വേണ്ടി കാത്തുകൊള്ളണ്ട. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പ് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ നമ്മളുടെ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ അപേക്ഷിക്കുന്നതും. അപ്പം ഞാൻ നോക്കിയിട്ട് ഒത്തിരി ആളുകൾ ഇപ്പം മതം മാറി പോകുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കൺവേർട്ടാകുന്നുണ്ട്, ബെത്തഗോസ് അവർക്കൊക്കെ ചിലപ്പം അവർ ഇതിൽ നിന്നും കൺവേർട്ടായി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച ദൈവം അവരെ സംരക്ഷിച്ച് കാണും എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങോട്ട് മാറിയത്. അപ്പോൾ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ജനിച്ച് വീണ നമ്മുടെ മതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ജാതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കുലദൈവങ്ങളെ നമ്മൾ ഇത്രയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയൊക്കെ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ പിന്നെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ദൈവത്തിനെ വിട്ടിട്ട് പുതിയ ദൈവത്തിനെ സ്വീകരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഒരച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ കടമയെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കി അവർക്കൊരടിസ്ഥാനം ഉണ്ടാക്കുന്നിടം വരെ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു അച്ഛൻ്റെ അമ്മയുടെ കടമ. അതുപോലല്ലേ നമ്മുടെ മുകളിൽ ഒരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കും. മരിച്ചുപോയ ആത്മാക്കൾ, കുടുംബത്തിൽ പലരും മരണപ്പെട്ടു, അവരുടെ ആത്മാക്കളൊക്കെ നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളീ വിളിക്കുന്ന ദൈവം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല? പിന്നെയും വേദനകൾ വരുത്തുന്നു, പിന്നെയും നമ്മളെ ദുഃഖത്തിലോട്ട് തള്ളിയിടുന്നു, പിന്നെയും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നു, സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതത്തിലോട്ട് തള്ളിയിടുന്നു. നമ്മൾ പിന്നെയും പോയി പൂജകൾ ചെയ്യുന്നു, പ്രാർത്ഥന ചെയ്യുന്നു,
അപ്പം നമ്മളിതൊന്നും ഒരാളിനൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മളെ കൈവിടുമോ എന്നാണ് അർത്ഥം. നമ്മളെ കൂടെ നിർത്തി നമ്മളെ രക്ഷിച്ച് നമ്മളെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴല്ലേ നമുക്കും നമ്മുടെ കയ്യിലും വല്ലതും ഉള്ള അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മളെ പിന്നെയും പിന്നെയും പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നതാണോ യഥാർത്ഥ ദൈവം? ഞാൻ ദൈവവിശ്വാസമാണ് തന്നെയാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്, ദൈവത്തെ വിശ്വസിക്കുന്നത്. എനിക്കങ്ങനെ ഒരു ദൈവത്തിനെ ഞാൻ തള്ളത്തുമില്ല കൊള്ളത്തുമില്ല. എല്ലാവരും ഒരു നോർമലായിട്ട് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു, കരയുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇപ്പം പിന്നെ ഇത്രയും പൂജകളൊക്കെ നടത്തി വഴിപാടുകൾ നടത്തി ഇനിയും ചെയ്യണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാ വീട്ടിലും പ്രാർത്ഥനയും പൂജയും എല്ലാം ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ എല്ലാവരും എല്ലാ ആളുകളും പോകുന്നുണ്ട്, ശിവഗിരി പോകുന്നുണ്ട്, ഗുരുദേവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചായതുകൊണ്ടാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നത്. അതോടൊപ്പം മറ്റു ദൈവങ്ങൾ എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ട്, എല്ലാ പൂജകളും കഴിയുന്ന പോലൊക്കെ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെയും ഈ പ്രശ്നങ്ങളിലോട്ട് പോകുന്നതിന് എന്താണ് കാരണം? അപ്പോൾ നമ്മളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ കാത്തുകൊള്ളുക, നമുക്ക് അനുഗ്രഹം തരിക, നമ്മളെ നമ്മുടെ കൂടെ നിർത്തുക, നമ്മളെ ഊണിലും ഉറക്കത്തിലും കാത്തുകൊള്ളേണ്ട വ്യക്തികളൊക്കെ നമ്മളെ തന്നെ തള്ളിക്കളയുവാണെന്നാണെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ. നമ്മളെ കൂടെ നിർത്തി നമുക്ക് ഉയർച്ചയിലോട്ട് നമ്മളെ ഉയർത്തി നമുക്ക് വേണ്ട എല്ലാ നന്മ അനുഗ്രഹങ്ങളും തന്നാലല്ലേ നമുക്ക് വിശ്വാസവും പിന്നെ അങ്ങോട്ടുള്ള അടുപ്പം കൂടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പാതയിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഭയാനകരമായ ഭീകരമായ ഒരു മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ട് ഞങ്ങളെല്ലാവരും അത് വായിച്ചു. വളരെ ഭയം തോന്നി, വിഷമം തോന്നി, സങ്കടം തോന്നി. പിന്നെ ഇങ്ങനെയൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമുള്ള കാര്യങ്ങളാണ് മെസ്സേജിലിട്ടത്. കാര്യം മെയിനായിട്ട് കുടുംബത്തിലെ ഡൈവോഴ്സിനെ കുറിച്ച്. ശരിയാണ്, കുടുംബത്തിൽ ഒത്തിരിയും ഡൈവോഴ്സ് നടന്നിട്ടുണ്ട്. കാലിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് കുടുംബത്തിലെല്ലാവർക്കും പലർക്കും ഇപ്പോഴും കാലിന് പ്രശ്നമുള്ള ആളുകളാണ്. മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ ഈ പറയുന്ന രാത്രിയിൽ നിലവിളിക്കുക. എൻ്റെ കാര്യത്തിൽ ഞാൻ പല രാത്രികളിലും ഞാൻ നിലവിളിക്കും, പേടിച്ച് നിലവിളിക്കും, വിളിച്ചു കൂവും ഞാൻ രാത്രിയിൽ. എന്താണ് കാരണമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ നേർക്കണ്ണിന് കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ നേരിട്ട് കാണാത്ത ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുക. ആ ദൈവം അതിനെയെല്ലാം മാറ്റേണ്ടതല്ലയോ? ഈ ദുഷ്ടശക്തികളെ മാറ്റേണ്ട ദൈവമല്ലയോ? അമാവാസി ദിവസം, കർത്തവാവ് ദിവസം പ്രശ്നങ്ങളുണ്ടാകുന്ന പലർക്കും. അപ്പോൾ അതിനൊക്കെ കർത്തവാവ് ദിവസമാണ് ഈ ശത്രുക്കളുടെയും ഈ ദുഷ്ടപിശാചുക്കളുടെയൊക്കെ ശല്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നെന്ന് പറയുന്നു. അപ്പം ഇതിന് നമുക്ക് നല്ല നന്മയിലോട്ട് കൊണ്ടുപോകാൻ നമ്മൾ വിളിക്കുന്ന ദൈവവും നമ്മളെ സംരക്ഷിക്കുന്ന ആളുകളും നമ്മുടെ കാരണവന്മാരും മരിച്ചുപോയ ആത്മാക്കളും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരുടെ അനുഗ്രഹവും നമുക്ക് കിട്ടണം. ഇതൊരു നടക്കുന്ന സംഭവമാണ്. അതിന് പ്രതിവിധികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്തു, ഇനിയുണ്ട് അതിൻ്റെ പ്രതിവിധികൾ ചെയ്യണമെന്ന് പറയുന്നു ഇനിയും. അപ്പം ഇത് ഞങ്ങളുടെ ചെറുകോലിലെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് വിശദീകരിച്ചത്.